അൽ-ബഖറ 69 62 അൽ-മാഇദ 69 ഒന്ന് വിശദീകരിക്കണം. ഇതിന്റെ വ്യാഖ്യാനത്തിൽ എല്ലാ ഗ്രൂപ്പും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് നബിക്ക് മുൻപുള്ളവരുടെ കാര്യമാണ് എന്നാണ്. പക്ഷെ കിതാബിൽ പറയാത്ത കാര്യം പറയുന്നത് തെറ്റല്ലേ? ഈ ചോദ്യം ഉന്നയിച്ചത് ഒരു അമുസ്ലിം സഹോദരൻ. ആ ചോദ്യം അതുകൊണ്ട് തന്നെ അതിന് അല്പം വിശദീകരണവും ആവശ്യമുണ്ട്. സർവമത സത്യവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനനുസൃതമാണ് ഖുർആൻ അത് അംഗീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വാദിക്കുന്ന ആളുകൾ തെളിവായി ഉദ്ധരിക്കുന്ന 2 ഖുർആൻ സൂക്തങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. അത് ഈ ചോദിച്ച സഹോദരൻ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വായനാനുഭവത്തിൽ നിന്നോ അദ്ദേഹത്തിന്റെ കേൾവിയിൽ നിന്നോ ധരിച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കാര്യം ഇവിടെ ആ വാക്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. അതിനുശേഷം അതിന് ഇസ്ലാമിക ഖുർആനിക കാഴ്ചപ്പാട് വിശദീകരിക്കാം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതാണ് സൂറത്തുൽ ബഖറയിലെ അഥവാ 2-ാമത്തെ അധ്യായത്തിലെ 62-ാമത്തെ സൂക്തം. സത്യവിശ്വാസികളായ ആളുകളും ജൂതന്മാരും ക്രിസ്ത്യാനികളും സാബികളും അവരിൽ ആർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കരങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവർ തങ്ങളുടെ നാഥന്റെ അടുക്കൽ പ്രതിഫലമുണ്ടായിരിക്കും. അവ സത്യവിശ്വാസികളും ജൂതന്മാരും ക്രിസ്ത്യാനികളും സാബികളുമായ ആരെല്ലാം അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവർക്ക് തങ്ങളുടെ നാഥന്റെ അടുക്കൽ പ്രതിഫലമുണ്ടായിരിക്കും. അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല, അവർ ദുഃഖിക്കേണ്ടിയും വരികയില്ല. ഇതാണ് ഒരു സൂക്തം. ഇതേ ആശയമുള്ളതാണ് ചോദ്യത്തിൽ ഉന്നയിച്ച 2-ാമത്തെ ആയത്തും അഥവാ സൂക്തവും. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബീന വന്നസാറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതേ ആശയമാണ്, അതേ കാര്യമാണ് ഈ സൂക്തത്തിലും പറഞ്ഞത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ചോദ്യകർത്താവ് ഉന്നയിച്ച പോലെ തോന്നും, നിങ്ങൾ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ സ്വാബികളോ ആരെയാലും ശരി അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ അവരെല്ലാവരും പരലോകത്ത് ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ടിവരികയില്ല, അവർക്ക് പ്രതിഫലം ഉണ്ടാവുമെന്ന്. ഇത് യഥാർത്ഥത്തിൽ ഖുർആന്റെ പ്രവാചകന്റെ കാലത്തിന് മുമ്പുള്ളത് എന്നതല്ല. വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെന്താണ് സംഭവം എന്ന് ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. 2 നിബന്ധന പറഞ്ഞു. ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക, 2 മരണാന്ത്യത്തിൽ വിശ്വസിക്കുക. ഈ അള്ളാഹുവിലും മരണാന്ത്യത്തിൽ വിശ്വസിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത് എന്നും ഈ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, അതിനുമുമ്പ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, ദൈവദൂതനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താവിനെ അനുസരിക്കുക. നിങ്ങൾക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസവും ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, അപ്പോൾ മനുഷ്യർ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർ അള്ളാഹുവിനനുസരിക്കണം, പ്രവാചകനനുസരിക്കണം, വിശ്വാസികളിൽ നിന്നുള്ള കൈകാര്യകർത്താവിനനുസരിക്കണം. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന വിഷയങ്ങളിൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കണം. ഇത് ഖുർആൻ എന്താണ് പറയുന്നതെന്ന് വളരെ വിശദമാണ്, സംശയരഹിതമാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഇസ്ലാം എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ വലക്കത് ബഅസ്നാ ഫി കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെങ്ങാനും ദൈവദൂതന്മാർ നിയോഗിതരായിട്ടുണ്ട്. അവരെല്ലാവരും മനുഷ്യ സമൂഹത്തോട് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുക, അഥവാ ദൈവത്തെ മാത്രം അനുസരിച്ച് അടിപ്പെട്ട് ജീവിക്കുക എന്ന്. ഈ സന്ദേശവുമായി നിയോഗിതരായ ദൈവദൂതന്മാർ ദൈവിക ജീവിതത്തെ മനുഷ്യ സമൂഹത്തിൽ കൊണ്ടുവന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കാലപ്രവാഹത്തിൽ ആ ജീവിത വ്യവസ്ഥയിൽ വെട്ടിച്ചുരുക്കലുകളും കൂട്ടിച്ചേർക്കലുകളും കൃത്രിമങ്ങളും സംഭവിച്ചു. അത് സംഭവിച്ചത് വഴി ദൈവത്തിൽ നിന്ന് അവതീർണമായ ശരിയായ ജീവിത വ്യവസ്ഥ സമൂഹത്തിൽ നിന്ന് അന്യം നിന്നു. അപ്പോഴാണ് പുതിയ പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നത്. അതിനാലാണ് 1,00,000-ലേറെ ദൈവദൂതന്മാർ പ്രവാചകന്മാർ വരേണ്ടി വന്നത്. ആ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി തിരുമേനി.
അദ്ദേഹത്തിലൂടെ അവതീർണമായത് പൂർവികരായ പ്രവാചകന്മാർക്ക് ലഭിച്ച അതേ സന്ദേശം തന്നെയാണ്. പക്ഷേ മനുഷ്യ ഇടപെടലുകളിൽ നിന്ന്, കൂട്ടിച്ചേർക്കലുകളിൽ നിന്ന്, വെട്ടിച്ചേർക്കലുകളിൽ നിന്ന്, കൃത്രിമങ്ങളിൽ നിന്ന് മോചിതമായ യഥാർത്ഥ ദൈവിക ജീവിത വ്യവസ്ഥയാണ്, ജീവിതക്രമമാണ് അവതീർണമായി. അത് മനുഷ്യ സമൂഹത്തിന് എക്കാലത്തേക്കുമുള്ളതായതുകൊണ്ട് സമഗ്രമാണ്, കാലാതീതമാണ്, ദേശാതീതമാണ്, സമ്പൂർണമാണ് എന്നർത്ഥം. അതിനാലാണ് യഥാർത്ഥത്തിൽ ഈ വേദഗ്രന്ഥം തന്നെ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിലും പരലോകത്തിലും വിശ്വസിക്കുന്നെങ്കിൽ, നേരത്തെ നിങ്ങൾ ജൂതരോ ക്രിസ്ത്യാനികളോ പാഴ്സികളോ മജൂസികളോ ആരായിരുന്നാലും ശരി, അള്ളാഹുവിലും അന്ത്യത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞു. ഇവിടെ അള്ളാഹുവിലും അന്ത്യത്തിലും വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് അവർ അള്ളാഹുവിനനുസരിക്കണം, ദൈവദൂതനനുസരിക്കണം, അവരിന്ന് വിശ്വാസികളിൽ നിന്ന് കൈകാര്യകർത്താക്കൾ അനുസരിക്കണം, അഭിപ്രായ വ്യത്യാസം ഉണ്ടായ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കണം എന്നുകൂടി പറഞ്ഞു. അതിനാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകചര്യയിലേക്കും മടക്കുക എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അനുസരിച്ച് ജീവിക്കുന്നവർക്കായിരിക്കും ജീവിത വിജയം ഉണ്ടാവുക. അവർ മാത്രമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരെന്നർത്ഥം. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരെങ്കിൽ ഇതുകൂടി ചെയ്യേണ്ടതുണ്ട്, ഇത് ചെയ്യേണ്ടതുണ്ട് എന്ന് വരുമ്പോൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിലും ദൈവദൂതനും വിശ്വസിക്കും. തങ്ങളുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ദൈവത്തിലേക്കും ദൈവദൂതനിലേക്കും മടക്കുമെന്നർത്ഥം. എന്നെ സഹോദരന്റെ തെറ്റിദ്ധാരണ നീക്കുവാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. യഥാർത്ഥത്തിൽ തന്നെ ലോകത്തിലെ ഏതൊരു ജനസമൂഹവും വിശ്വസിക്കുന്നു, തങ്ങൾ വിശ്വസിക്കുന്നതും തങ്ങൾ ആചരിക്കുന്നതും തങ്ങൾ സ്വീകരിക്കുന്നതുമാണ് ജീവിത വിജയത്തിന് അടിസ്ഥാനമെന്നും പരമമായ സത്യം അത് കാണുമെന്നും. നമ്മുടെ കേരളക്കരയിൽ സർവമത സത്യവാദത്തെ ഏറ്റവും ശക്തമായി മുന്നോട്ട് വെച്ച നമുക്ക് ശ്രീനാരായണ ഗുരു പോലും അദ്വൈതവാദിയായിരുന്നു. അദ്വൈതമല്ലാത്ത ഏത് വേദാന്ത ദർശനത്തെയും വേദദർശനത്തെയും അതേ ശക്തിയായി എതിർത്തിരുന്നു. അദ്വൈതത്തെ അല്ലാതെ മറ്റൊന്നിനെയും ശ്രീനാരായണ ഗുരു പോലും അംഗീകരിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. അഥവാ സർവമത സത്യത്തിന് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ കേരളത്തിലെ ശ്രീനാരായണ ഗുരു പോലും അങ്ങനെയായിരുന്നു. നമുക്കറിയാമല്ലോ, വേദങ്ങൾ അവലംബിച്ചുകൊണ്ടുള്ള വൈഷ്ണവ മതമുണ്ട്, ശൈവ മതമുണ്ട്, എല്ലാം പരസ്പര ഭിന്നങ്ങളാണ് എന്ന് മാത്രമല്ല, വേദാന്ത ദർശനത്തിലെ തന്നെ ശങ്കരാചാര്യരുടെ അദ്വൈതവും രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈതവും മാധ്വാചാര്യരുടെ ദ്വൈതവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ ഓരോന്നിന്റെയും ആളുകൾ പറയുന്നു തങ്ങളുടേതാണ് ഏറ്റവും ശരിയെന്ന്. അല്ലാതെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. മുസ്ലിങ്ങൾ മാത്രമാണ് തങ്ങൾ വിശ്വസിക്കുന്ന ആദർശവും തങ്ങൾ വിശ്വസിക്കുന്ന ജീവിത വ്യവസ്ഥയുമാണ് വിജയത്തിന്റെ ഏകാവലംബം എന്ന് വിശ്വസിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. അത് ലോകത്ത് സ്വന്തം ആദർശത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ഏതൊരു ജനസമൂഹത്തിന്റെയും ജീവിത ഘടനയുടെ ഭാഗമാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞത് ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്.